ചിത്തേ, എത്ര നേരം നമ്മളുടെ വെയിറ്റ് ചെയ്യണമെന്ന് അറിയാവോ? സ്കൂളിൽ ബെല്ലടിക്കാൻ സമയമായേട്ടാ. ഞാനെങ്കിലും പോയനെ, ഇവിടെ എന്നെ പിടിച്ചു നിർത്തിയാണ്. ശരിയാ ചിത്രേ, ഇനി രുക്ക് വരും തോന്നുന്നില്ല. നമ്മളിന്ന് വെയിറ്റ് ചെയ്തതിന്റെ ഒരു കാര്യം, നമുക്ക് നടന്നാലോ? ഇനി എന്തുമാത്രം ദൂരം ഉണ്ടെന്ന് അറിയാവോ? ചേച്ചി പറയുന്നത് ബെല്ലടിക്കാറായേട്ടാ. ശരി, പിന്നെ നമുക്ക് പോവാല്ലേ? ഇത്ര നേരം മലയാളത്തിൽ പറഞ്ഞത്. ദൈവമേ, ഞാനെങ്കിലും നടന്നു പോയേനാ. ഈ പെണ്ണ എന്നെ പിടിച്ചിവിടെ നിർത്തിയത്. പക്ഷേ രുക്ക് വരും പറഞ്ഞാണല്ലോ ചേച്ചി. അവളല്ലെങ്കിൽ ഇവിടുത്തെ പിണങ്ങും ചേച്ചി. എടി, ഇനി അവള് വരുമെന്ന് തോന്നുന്നില്ല. നമുക്ക് നടക്കാം, വാ. ശരി, പിന്നെ എടീക്ക് നമുക്ക് പോവാം. വേഗം വാ. എന്റെ ദൈവമേ, ഈ പിള്ളേർ ഇതുവരെ വന്നില്ലേ? സമയം എന്തോരായെന്നറിയാവോ? ഇനി എപ്പോഴാ ഈ പിള്ളേർ വരുന്നേ? കുറച്ചുനേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. 9 മണിക്ക് ഇവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമെന്ന് പറഞ്ഞതാ. ഒറ്റ എണ്ണത്തിനൊരു അനുസരണ ഇല്ല. ഞാൻ തന്നെ ഷാർപ്പ് ടൈമിൽ വരണം. എന്റെ ദൈവമേ, എനിക്ക് പേടിയാവുന്നു. ബെല്ലും അടിക്കാറായി. ഈ പിള്ളേർന്ന് വരത്തില്ലേ എന്തോ? ഒരു വാക്ക് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ ഈ പിള്ളേർക്ക്? നടന്നാലോ? ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. പിള്ളേർ ഇറങ്ങി വരട്ടെ. എനിക്കെന്തായാലും സ്കൂളിൽ പോയിരിക്കാൻ പറ്റില്ലല്ലോ. കാര്യം പറഞ്ഞ കേക്കത്തില്ല. വരട്ടെ എന്ന് ഞാൻ മിണ്ടത്തോലുമില്ല. എത്ര നേരം നമ്മളോട് വെയിറ്റ് ചെയ്ത്? അവൾ കറക്റ്റ് 9 മണിക്കോടെ വരാൻ പറഞ്ഞല്ലേ? എടി, മിക്കവാറും നിന്ന് പഠിപ്പിക്കത്തൊന്നുമില്ല. പിള്ളേരാരും ഇല്ലല്ലോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ചെറുക്കന്മാരെന്താ വരാത്തെ? എന്റെ ദൈവമേ, ദേ വരുന്നല്ലാണോ? ദേ കാദറും സൽമാനും കണ്ണനും എല്ലാം ദേ വരുന്നു. ഹായ് പിള്ളേരെ. നമ്മൾ മാത്രമേ വന്നുള്ളൂ. ഞങ്ങൾ വിചാരിച്ചു നിങ്ങളൊന്നും വരത്തില്ലാന്ന്. ഇത്രേ, നിന്റെ കാന്തം വന്നില്ലേ? കാന്തം ആര്? രുക്കോ? എന്റെ പൊന്ന് കണ്ണാ, 9 മണിക്കാ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കാൻ പറഞ്ഞാണ്. 9:15 അവളെ കണ്ടില്ല. ഞങ്ങളൊക്കെ നടന്നു പോന്നു. ഇനി വരണില്ല ഒന്നും അറിയത്തില്ല. ഒരു വാക്കൊല്ലോട് വിളിച്ച് പറയത്തില്ല. എന്തുവാണ് വിളിക്കുന്നേ? അല്ലേ, ചുമ്മാ പാത്തുനെ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ, അങ്ങോട്ട് വിളിച്ചതാ. അയ്യോ, പാത്തിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി. കിട്ടും അവളെ കയ്യിൽ നിന്ന്. മിണ്ടാ അവിടെ ഇരുന്നോളാം. പോളിയാ, അവളെന്നെ ഒന്നും പറയത്തൊന്നുമില്ല. എന്തുവാണ് അവിടെ ഒരു വഴക്ക്? പാത്തു, നിനക്ക് ഡയറി മിൽക്ക് കൊണ്ടുവന്നു. എന്താണ് സൽമാനെ, നീ പാത്തു രാത്രി കൊണ്ടുവന്നോളൂ. ഞങ്ങൾക്കൊന്നും ഇല്ലേ ഡയറി മിൽക്ക്? എല്ലാവർക്കും കൊണ്ടുവന്നിട്ട് തരാം. ചിത്രേ, നീ നോക്ക, രുക്ക് വരുന്നു. എടി, നീ നല്ല ആളെന്നെയാട്ടാ. ഞങ്ങൾ എത്ര നേരം വെയിറ്റ് ചെയ്യുന്നറിയാവോ? ഒരൊറ്റ കള്ളത്തരം അടുത്ത് പറഞ്ഞോ വരുന്നത്. രുക്ക് സത്യമായിട്ട് നിന്നെ എത്ര നേരം ഞങ്ങളുടെ വെയിറ്റ് ചെയ്യുന്നറിയാവോ? ചിത്ര, നീ എന്റെ അടുത്ത് എന്തെങ്കിലും പറയാ എന്റെ കയ്യിൽ നിന്ന് നല്ലത് മേടിക്കുന്നേ. എടി, എന്താണ് ഈ പാത്തു ഇവിടെ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ നിന്റെ 2 കൂട്ടുകാരെ കൊണ്ടേക്ക് വന്നല്ല, എന്നെ മാത്രമല്ല അവോയ്ഡ് ചെയ്തോളൂ. എന്റെ പൊന്നു രുക്കു, സത്യം നീ ഒന്ന് മനസ്സിലാക്ക്. എന്താ പിള്ളേരെ നേരെ വെള്ളത്തോന്ന് കളകളകളന്ന് അലക്കുന്നത്? മനുഷ്യന് ചെവിയാക്കാൻ വയ്യ. നീ ഇറങ്ങി പോടാ ക്ലാസ്സിൽ നിന്ന്. അമ്പടി പൊളിസു, നിനക്ക് മാത്രം ഉണ്ടാക്കിട്ട ക്ലാസ് ആയത്. എടാ കാതറ്, ഉടക്കാതിരിക്കും, മിണ്ടാതിരിക്കേ. എടി രുക്കു, നീ കൊണ്ടൊന്ന് ഇരിക്കേ. വേണ്ട, ഞാൻ നിങ്ങളുടെ കൂട്ടുമായിട്ട് എല്ലാം അവസാനിപ്പിക്കാൻ പോവാ. എടി രുക്കു, നീ എന്താ ഈ പറയുന്നേ? എന്റെ പൊന്നു രുക്കു, നീ ഒന്ന് മനസ്സിലാക്ക്. എന്റെ അടുത്ത് മാറിപ്പോ ചിത്രേ. ഞാൻ നിന്നെ അടിക്കും, മാറിപ്പോ. സത്യം നീ മനസ്സിലാക്ക്. ഞങ്ങൾ എത്ര നേരം ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നത് അറിയാവോ? ഞാൻ ഓടിക്ക് എത്തിച്ച് അവിടെ വന്നപ്പോ നിങ്ങൾ ഒറ്റയെണ്ണം ബസ് സ്റ്റോപ്പിലില്ല. കള്ളം എന്റെ അടുത്ത് പറയരുത് കേട്ടാ. ഈ പാത്തു പിങ്കി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കട്ടെ. ഇവളെന്താ ഒന്ന് മനസ്സിലാക്കാത്തെ? ഇത് പൊന്നിരുക്കു, ഞങ്ങൾ നിന്നെ എത്ര നേരം വെയിറ്റ് ചെയ്യുന്നത് അറിയാവോ? നീ ഒന്ന് മനസ്സിലാക്ക്. ഈ പെമ്പിള്ളേരെ കരുതി വയ്യായിരിക്കും. എങ്ങോട്ടാണ് പോവാടെ? വാടാ ഇങ്ങോട്ട്. ഇറങ്ങണേ വെളിയിൽ. ടീച്ചർ വന്നിട്ട് വരാം. ബാ. ഈ പിള്ളേരെ കുറെ കടകളൊക്കെ അലപ്പ് എനിക്ക് തേക്കമ ദേഷ്യം പറഞ്ഞു. ഇറങ്ങണ അങ്ങോട്ട്. നിങ്ങൾ ആരും പോണ്ട, ഞാൻ തന്നെ പൊയ്ക്കോളാം. ടീച്ചർ പറഞ്ഞേ, ടീച്ചർ പറഞ്ഞു. നിങ്ങളുടെ എല്ലാ കൂട്ടായിട്ട് ഞാൻ നിർത്തിയത് പറഞ്ഞല്ലോ. എന്നെ ആരും ഇനി വിളിക്കണ്ട. എന്നാ പറ്റിയേ? ചുമ്മാ ഇപ്പഴും പേടങ്ങാതിരിക്കൂ. മിണ്ടരുത്. എത്താടി, കൂട്ടുകാരെല്ലാം അടിച്ചു പിരിഞ്ഞോ? അങ്ങനെയൊന്നുമില്ല, ചെറിയൊരു പിണക്കം, സൗന്ദര്യ പിണക്കം. എടി, ഇങ്ങ് ഫ്രണ്ട് ബെഞ്ച് വന്നിരിക്കടി. ഗുഡ് മോർണിംഗ്. എല്ലാരും ഇരിക്കേ. ഇതെന്താ കൂട്ടുകാർ ബാക്കിൽ പോയിരിക്കുന്നേ? അവരടിച്ചു പിരിഞ്ഞ ടീച്ചറെ. വളരെ നല്ല കാര്യം. ഇനിയും പഠിക്കുമല്ലോ എല്ലാണോ? എന്താ കുഴപ്പത്ര? ഇതിന് കാണിക്കല് പൈസ ഇട്ടിട്ടുണ്ട് നമ്മളെല്ലാം അടിച്ചു പിരിയാൻ വേണ്ടിയിട്ട്. ഇത്രയ്ക്കവിടെ എത്ര വർത്തമാനം? അല്ല ടീച്ചർ, ബുക്ക് കൊണ്ടോന്നോ ചോദിച്ചായിരുന്നു. ഇയാളെ ബുക്ക് കൊണ്ടോന്നില്ലേ? മറ്റുള്ളവർ ബുക്ക് കൊണ്ടോന്നോ തിരക്കുന്ന എന്തിനാ? എന്താ രുക്കോ, എന്താ കാര്യം? ഇല്ല ടീച്ചർ, ഒന്നുമില്ല. ഞാൻ ബാക്കി ഇരിക്കാന്ന് വിചാരിച്ചത്. വളരെ നല്ല കാര്യം. ഫ്രണ്ട് ചെയ്ത് കുറെ സംസാരിക്കാതെ അവിടെ നിന്ന് പഠിക്കുന്നത് ഏറ്റവും നല്ലത്. എടി രുക്കു, നീ ഞങ്ങളുടെ എന്തിനാ പിണങ്ങുന്നേ? ഞങ്ങൾ എത്ര നേരം അവിടെ വെയിറ്റ് ചെയ്യുന്ന നിനക്ക് അറിയാവോ? ഞങ്ങൾ എന്തോത്ര ഓടിക്കതച്ച് അവിടെ എത്തിയത്. ടീച്ചർ, ഈ കുട്ടി എന്നോട് സംസാരിക്കുന്നു ടീച്ചർ.
പാത്തു ഇല്ല ടീച്ചർ ഒന്നുമില്ല. മര്യാദയ്ക്ക് ഇരിക്കാമെങ്കിൽ ഇപ്പൊ ക്ലാസ്സിനെ പുറത്താക്കും. നോക്കിക്കോ, ക്ലാസ്സിനെ കുറിച്ച് വളരെ പരാതിയാണ് ക്ലാസ് സ്റ്റാഫ് റൂമിലവിടെ പറയുന്നത്. എപ്പോഴും ബഹളം വയ്ക്കുന്ന ക്ലാസ് ആയതെന്നാണ് എല്ലാ ടീച്ചേഴ്സും പറയുന്നത്. പഠിക്കാനാണെങ്കിലോ ഒറ്റ കഴിവുമില്ല. കഴിവൊക്കെ ഉണ്ട്, ആരും അത് പ്രകടിപ്പിക്കുന്നില്ല. ആ കുട്ടികളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങൾക്കിന്ന് വൈകുന്നേരം ഒരു ക്വിസ് മത്സരമുണ്ട്. എല്ലാവരും പങ്കെടുക്കണം. നമ്മളെ ക്ലാസ്സിൽ ഫസ്റ്റ് മേടിക്കാൻ നോക്കണം. അപ്പോൾ ടീച്ചർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിനെ വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാലും കുറച്ച് ക്വസ്റ്റ്യൻസ് ടീച്ചർ ചോദിക്കാം കേട്ടോ. നിങ്ങൾ ഇന്റർവെൽ സമയത്തൊക്കെ കുറച്ച് GK ക്വസ്റ്റ്യൻസ് എടുത്ത് പഠിക്കണേ. എല്ലാവരും പങ്കെടുക്കണം കേട്ടോ. ശരി ടീച്ചർ. ടീച്ചർ ഞങ്ങൾക്ക് ഒരുപാട് GK ക്വസ്റ്റ്യൻസ് അറിയാം ടീച്ചർ. ഞങ്ങൾക്ക് അറിയാം ടീച്ചർ. നിങ്ങൾ മാത്രം അങ്ങനെ ഫസ്റ്റ് അടിക്കണ്ട. കണ്ട ഇങ്ങോട്ട് ശ്രദ്ധിക്കും. ടീച്ചർ ചോദിച്ചില്ലല്ലോ. ഈ പോടാ ചെറുക്ക. ഒന്ന് മിണ്ടാണ്ടിരിക്കടേ. ഇത്രേ ഒന്ന് മിണ്ടാതിരിക്കേ. ഞാൻ മിണ്ടാതിരിക്കും. ഇവന്മാരാ ടീച്ചർ ഉടക്കാൻ വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീച്ചർ ചോദിക്കാം. ഉത്തരം അറിയുന്നവരെ കൈപൊക്കുക കേട്ടോ. ടീച്ചർ ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചിരിക്കുന്ന മത്സ്യം ഏതാണ്? അറിയാവുന്നവരൊന്ന് പറഞ്ഞാൽ മതി. ടീച്ചർ ചോദിക്കാം. എല്ലാവരുടെ കൂട്ടത്തോടെ പറയണ്ട കേട്ടോ. ചിരിക്കുന്ന മത്സ്യം ഏതാണ്? ചിരിക്കുന്ന മത്സ്യം എന്തായിരിക്കും? എടി ചൂരയായിരിക്കൂലേടി. നമ്മളിങ്ങനെ ചൂരയുടെ വാ ഇങ്ങനെ തുറന്നല്ലേ ഇരിക്കുന്ന എപ്പോഴും. ഈ മണ്ടത്തിനെ വിളിച്ച് പറയാതിരിക്കേ. ഇരിക്കൂ, നിനക്കറിയാവോ? എനിക്കറിയാമെങ്കിൽ എനിക്ക് ഉത്തരം പറയാനും അറിയാം. നിങ്ങളെ സപ്പോർട്ടൊന്നും എനിക്ക് വേണ്ട. ഇപ്പോഴത് എന്തുവാ ഇത്? ആർക്കെങ്കിലും അറിയാമോ ഒന്ന് പറയടേ. ചിരിക്കുന്ന മത്സ്യം ഏതാണ്? ചിത്രം എന്താ വായി നോക്കിക്കൊണ്ടിരിക്കുന്നേ? അല്ല ടീച്ചർ, പാത്ത് പറഞ്ഞ് ചൂരയാണെന്ന്. എന്റെ കുട്ടികളെ അറിഞ്ഞൂടെ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയാതിരിക്കേ. അറിഞ്ഞൂടാ. അപ്പൊ ടീച്ചർ എന്നെ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ച് വെച്ചോ. ചിലപ്പോൾ ഇതൊക്കെ ചോദിക്കണമെങ്കിൽ എഴുതിക്കൊള്ളണം കേട്ടോ. ചിരിക്കുന്ന മത്സ്യം എന്ന് പറയുന്നത് ഡോൾഫിനാണ്. ഡോൾഫിൻ. ഞാൻ അപ്പോഴേ വിചാരിച്ചു ഡോൾഫിൻ ആണെന്ന്. വിചാരിച്ചിട്ട് എന്താ ഇങ്ങോട്ട് ഇറക്കിയില്ലേ ഡോൾഫിൻ? വായിക്കാൻ തന്നെ ഇരുന്നോ? അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാലിൽ ചെവിയുള്ള ജീവി ഏതാണ്? കാലിൽ ചെവിയുള്ള ജീവി എന്തുവാടാ എന്നെ നോക്കുന്നേ? നീ വല്ല തന്നോടെ അത് ഉത്തരം? പോടാ ചേർക്ക. ടീച്ചർ ചോദിച്ച ക്വസ്റ്റ്യൻ ശ്രദ്ധിക്ക്. കാലിൽ ചെവിയുള്ള ജീവി എന്തരായിരിക്കും അല്ലേ അളിയാ? എന്തോ അമ്മക്കൊന്നും അറിഞ്ഞൂടെ. ഗേൾസിന് ആർക്കും അറിഞ്ഞൂടെ? ടീച്ചർ ചീവീട്. ഗുഡ്, റൈറ്റ് ആൻസർ. എല്ലാവരും ഒരു ശ്രദ്ധിച്ച് വെക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വയറ്റിൽ പല്ലുള്ള ജീവി. ടീച്ചർ അതെനിക്കറിയാം ടീച്ചറെ. അറിയൂ വേഗം. ടീച്ചർ സൽമാൻ. സൽമാനോ? ടീച്ചറെ ഇവ കുഞ്ഞിലെ പല്ല് വിഴുകിയിട്ടുണ്ട് ടീച്ചറെ. അപ്പൊ എന്റെ വയറ്റിനകത്ത് പല്ല് കിടപ്പുണ്ട്. എന്റെ പൊന്ന് കണ്ണാ, ഇത് കോമഡി അവതരിപ്പിക്കുന്ന സ്ഥലമൊന്നും അല്ല കേട്ടാ. എടോ ഞണ്ടാണ്, ഞണ്ട്. വയറ്റിൽ പല്ലുള്ള ജീവി ഞണ്ടാണ്. എന്റെ നാവിന്റെ തുമ്പിലിരുന്ന് ടീച്ചറെ ഞണ്ടെന്ന്. എന്താ ഞണ്ട് നിന്റെ നാക്കിനെ കടിച്ചു മുറിച്ച് വെച്ചോണ്ടിരുന്നോ? പറയരുതെന്നും പറഞ്ഞ്. അടുത്ത ക്വസ്റ്റ്യൻ, തിന്നാൻ പറ്റുന്ന നിറം. ഈ നിറം നമ്മൾ കഴിക്കാറുണ്ട്. ഏതാണ് നിറം? വെള്ളം. വെള്ളം നീ കഴിക്കോടാ? കുടിക്കല്ലേ ചെയ്യുന്നത്? കഴിക്കാൻ പറ്റുന്ന നിറോ? അതെന്താ ടീച്ചറെ? അറിയല്ല, ട്രൈ ചെയ്ത് നമുക്ക്. ടീച്ചറോ പറയൂ. ആയിക്കൊണ്ടിരുന്നാ മതിയോ? ബാക്കിയോട് പറയും ഇങ്ങോട്ട്. ഓറഞ്ച്. റൈറ്റ് ആൻസർ. ഞാൻ പറയാണ്ടിരുന്ന ആൻസർ നീ എന്തിനാ പറഞ്ഞത്? നല്ല ആയിക്കൊണ്ടിരുന്നത്. ശരിയാ, കണ്ടെന്താ അങ്ങനെ ആയിക്കൊണ്ടിരുന്നത്? ആൻസർ പറഞ്ഞത് നമ്മളെ കാതറാണ്. അതിനൊരു ക്ലാപ്പ് കൊടുത്ത എല്ലാരും.